റിസുവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അളിയൻ ഒരേ നിർബന്ധം അവക്ക് ഫുഡ് കഴിപ്പിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒസങ്കാടിയിലുള്ള റിമാൽ മന്തിയിലാണ് കേട്ടോ ഈ പോകുന്നത്. ഇതാണ് കേട്ടോ അളിയൻ, അതായത് അവളുടെ ആങ്ങള. അലൈഹിസ്സലാം. ഇന്ന് കൂട്ടിന് റിസുവിന്റെ ഉമ്മയുണ്ട് കേട്ടോ. ഇതാണ് റിസുവിന്റെ ഉമ്മ. ആൾക്കിര് പോണ ഇതാ. ഇത് നിനക്ക് ഞാൻ തരുമെന്ന് തോന്നുന്നുണ്ടാ? പപ്പാൻ്റെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടാ? നിനക്ക് തോന്നുന്നുണ്ടാ? ഇതൊന്നും അറിയാതെ പാപ്പി നല്ല ഉറക്കത്തിലാട്ടാ. അങ്ങനെ ഫുഡ് വന്ന് അളിയൻ തന്നെ കേട്ടോ സെർവ് ചെയ്യുന്നേ. നല്ല പെരുപെരു മന്തിയും മദ്ഫൂൻ്റെ മട്ടൻ പീസും പിന്നെ മസാല ഷവായി. എല്ലാവരും പറഞ്ഞു കേട്ട പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അളിയൻ സാധനങ്ങൾ ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും കൊണ്ടുവരാണ്. അവസാനം അളിയനെ നിർബന്ധിച്ച് അവിടെ കഴിക്കാനിരുത്തി. ചന്താക്കണ വെറുതെ വെള്ളങ്ങളെയല്ലേ. പപ്പ കയറ്റി തരാം. ഓസ്കാർ വിന്നിങ് ആക്ടിങ്. ആ വേറെ നിനക്ക് മുഖം കഴിക്കണമെന്നുണ്ട്, അതിനോട് നീ ആക്ട് ചെയ്യണ്ട കുറെ മതി. നോക്കിലേക്ക്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ റിമാലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. തൊട്ടടുത്ത് കേക്ക് സോയിൽ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവളെ നന്നായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന കേക്ക് ഷോ. കേക്കും കട്ട് ചെയ്ത് നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസും കിട്ടി കേട്ടോ. ചടങ്ങില്ലേ, അതിനെന്ത് ചെയ്യാൻ പറ്റും? എന്തത്? ഹലോ റിജു, റിജു നിനക്ക് ഞാനില്ലേ കേക്ക് എടുക്കാൻ ഒരു അവസരം ഏത് ചൂസ് ചെയ്യാം? ഇതാ, അതായത് പൈസ ഞാൻ കൊടുക്കും അന്നെങ്കിൽ പൈസ ഞാൻ കൊടുക്കുന്നെങ്കിൽ ഉള്ളേര് വേട്ടാ. പൈസ ഞാൻ കൊടുക്കുന്ന പറയും ഉള്ളേര് വലുത്. എന്റെ മോനെ എന്താക്കുന്ന ടേസ്റ്റ് ഉണ്ടെന്നാ തീർന്നത്. ബാക്കിയുള്ള കേക്കും പാർസൽ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എന്ത് നീ പറയുന്നുണ്ട് ഓനെ ഇത്രല്ല സർപ്രൈസ് ചെയ്തിട്ട്? ചെറിയൊരു എക്സ്പെക്ടേഷൻ എല്ലാം ഉണ്ടായിരുന്നു കഴിക്കാനുള്ളത്. കേക്ക് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി അല്ല അനിപ്പ?